ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? തരിയുണ്ടയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചില സ്ഥലത്തൊക്കെ തരിക്ക് റവ എന്നും പറയാറുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് തരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ, പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാര, ഒരു തേങ്ങ ചിരകിയത്, പിന്നെ പശു നെയ്യും അണ്ടിപ്പരിപ്പ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മാറ്റിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച തരി എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇനി അതേ പാത്രത്തിൽ തന്നെ എടുത്തു വെച്ച 1/4 കപ്പ് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. പഞ്ചസാര ഒന്ന് മെൽട്ടായി വന്ന സമയത്ത് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു 2-3 ഏലക്കായും കൂടി ഒന്ന് കുത്തിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനടുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേങ്ങേനെ വേവിപ്പിച്ചെടുക്കണം. തേങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്നൊന്നും ഇത് ചീത്തയായി പോവില്ല, കുറേ ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. തേങ്ങയും പഞ്ചസാരയെല്ലാം നല്ലോണം വെന്തിട്ടാകുമ്പോൾ ഇതൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരും. ആ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ച തരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിലെല്ലാം ഫ്ലെയിം നല്ലോണം ലോ ആക്കി വെച്ചാൽ മതി. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഇനി വാട്ടി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിനപ്പുറം ഇഷ്ടമുണ്ടെങ്കിൽ മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറിയതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ചെറിയ മക്കൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന നമുക്ക് ചായൻ്റെ ഒപ്പരെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണിത്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. മധുരം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നല്ലോണം ഇഷ്ടമാവുകയും ചെയ്യുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ചായൻ്റെ ഒപ്പരെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക.